ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ ഈ വ്ളോഗിലൂടെ ഉദ്ദേശിക്കുന്നത് രാത്രിയിൽ ട്രെയിനിൽ സഞ്ചരിക്കുന്നതിനെ കുറിച്ചും ഞാൻ തിരിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ ട്രെയിനിലെ കാഴ്ചകളുമൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ച് ലൈഫ് ലെസൺസും പിന്നെ കുറച്ച് നമ്മൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെ സുരക്ഷിത മാർഗ്ഗങ്ങൾ നമ്മൾ പ്രിക്കോഷൻസ് നമ്മൾ നിലകൊണ്ട് മുന്നോട്ട് പോകണം, ഇതിനെക്കുറിച്ചൊക്കെയാണ് കുറച്ച് സംസാരിക്കുന്നത്. സോ ഇപ്പോൾ രാത്രിയിൽ നമ്മുടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണല്ലോ. രാത്രി ആകുമ്പോൾ നമുക്ക് വെയിലൊന്നും ഉണ്ടാവില്ല, ചൂടും ഉണ്ടാവില്ല, നമുക്ക് കംഫർട്ടബിളായിട്ട് പിന്നെ പോകാം. പിന്നെ അധികം എന്താ പറയുക, ഒരുപാട് ആൾക്കാരും കാണത്തില്ല. ഞാനിപ്പോൾ കൊല്ലത്തോട്ട് പോകുന്ന മെമു ട്രെയിനിലാണ് കയറിയിരിക്കുന്നത്. സോ അപ്പോൾ വളരെ ശാന്തമായി യിട്ടുള്ള ഒരു ട്രെയിനാണ് മെമു. എനിക്ക് ഓൾവേസ് ഫേവറേറ്റ് ആണ്. കാരണം അതൊരു പാസഞ്ചർ പോലെയാണ്, എല്ലാ സ്റ്റേഷനും നിർത്തിയാണ് പോകുന്നത്. പിന്നെ അതിൻ്റേതായ തന്നെ ഒരു 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 രസമുണ്ട്. നമ്മൾ രാത്രി ഇങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളിലും ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയം കൂടെയാണ് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കൊല്ലത്ത് പോയ വ്ളോഗാണ് ഞാൻ ചെയ്തിരുന്നത്. അതിന് കുറച്ച് നല്ല റെസ്പോണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ താങ്ക് യു സോ മച്ച്. അതിന് എല്ലാവരും വീഡിയോ കണ്ടതിന് കീപ് സപ്പോർട്ടിങ്. നമ്മൾ കൂടുതൽ ഔട്ട്ഡോർ കണ്ടൻസ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്, കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻസ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. സോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഗൈസ്. അപ്പോൾ കിഴക്കൂട്ടത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുഡ് കോർപ്പറേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ എന്തായാലും അധികം എന്താ പറയുക, കഴക്കൂട്ടത്ത് ഇപ്പോൾ ആൾക്കാരില്ല, കുറച്ച് കുറവാണ്. പിന്നെ എന്താ പറയുക, ആൾറെഡി 6 മണിക്കും 6:30ക്കും ഒക്കെ ഉള്ള ട്രെയിനിൽ ആൾക്കാർ ഒരുപാട് മടങ്ങിയിട്ടുണ്ട്. സോ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഐ തിങ്ക് ടെക്കീസ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ടെക്നോ പാർക്ക് ഇതിൻ്റെ അടുത്താണല്ലോ, അപ്പോൾ അവിടെ ഉള്ള കുറച്ച് ആൾക്കാർ ഇനി ഉണ്ട്. സോ അതല്ലാതെ പിന്നെ വേറെ അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെയാണല്ലോ. പിന്നെ ഇതിപ്പോൾ മെമു ആണ്. പിന്നെ ഇത് എല്ലായിടത്തും നിർത്തിയാണ് പോകുന്നത്. സോ ഇതിന് മുമ്പൊക്കെ 1-2 ട്രെയിനുണ്ട്. അപ്പോൾ അതൊക്കെ ഓൾറെഡി പാസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ അപ്പോൾ എനിക്കിതിൽ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ, രാത്രി ഇതിപ്പോൾ ഒരു മെമു ട്രെയിനാണ്. ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ട്രെയിനാണ്. അപ്പോൾ ഇത് യൂഷ്വലി ഇതേപോലത്തെ ഒറ്റ ട്രെയിനേ ഉള്ളൂ. ഇത് മറ്റേ നമ്മുടെ പാസഞ്ചർ പോലെ എല്ലായിടത്തും നിർത്തിയാണ് പോകുന്നത്. സോ ഇപ്പോൾ എക്സ്പ്രസ് ട്രെയിനും അല്ലാതെ പാസഞ്ചർ ട്രെയിനൊക്കെ ഇതേപോലെ അല്ല. നമുക്കതിൽ കുറച്ചുകൂടെ എന്താ പറയുക, ഇത് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇട്ടേക്കുന്നത്. എല്ലാ ഫെസിലിറ്റീസ് കുറവാണെങ്കിൽ പോലും നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. രാത്രി യാത്ര ചെയ്യാനും ഈ ഒരു തണുത്തൊരു കാലാവസ്ഥയാവുമല്ലോ രാത്രി ആകുമ്പോൾ. സോ അപ്പോൾ ആ ഒരു കാലാവസ്ഥയിൽ നമുക്ക് യാത്ര ചെയ്യാനും നല്ല ഒരു രസമുള്ള കാര്യമാണ്. അപ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ രാത്രി സഞ്ചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും ഓൾവേസ് നമുക്ക് ഫോൺ എന്തായാലും കയ്യിലുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് റെയിൽവേയുടെ 139 ആണ്. സോ അത് എപ്പോഴും എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും സാഹചര്യങ്ങൾ ആരെങ്കിലും നമുക്ക് എന്താ പറയുക, ഒരു അൺനോൺ ആയിട്ടുള്ള ഒരാൾ നമ്മളെ ആക്രമിക്കാനോ അല്ലെങ്കിൽ നമ്മളെ കയറി പിടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും എന്താ പറയുക ഒരു അൺനാച്ചുറലായിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി നിങ്ങൾ ആ നമ്പറിൽ വിളിക്കാൻ നോക്കുക. 139 ആണ് ഹെൽപ്പ് ലൈൻ നമ്പറാണ്. വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അവരുമായിട്ട് സംസാരിക്കാനും അപ്പോൾ അതിനനുസരിച്ച് റെയിൽവേയിൽ അവർ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നതാണ്. സോ അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നവർ എപ്പോഴും പ്രത്യേകിച്ച് പെൺകുട്ടികൾ ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും നിങ്ങൾ എന്താ പറയുക, നിങ്ങളിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ ട്രെയിനിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകണമെങ്കിൽ പോലും നമുക്ക് എന്ത് തരം ആൾക്കാരാണ് കയറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ ഓൾവേസ് സൂക്ഷിക്കണം. കാരണം എപ്പോഴും ഒരു മുൻകരുതലുകൾ നമ്മളെപ്പോഴും എടുത്തേക്കുക. പിന്നെ നമ്പറുകൾ, ആൾക്കാരുടെ മെയിനായിട്ടുള്ള ആൾക്കാരുടെ നമ്പരും പിന്നെ റെയിൽവേയുടെ നമ്പറും എല്ലാം സേവ് ചെയ്ത് വെച്ചേക്കുക. ഇപ്പോഴും എല്ലാ ആൾക്കാർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു ഈ 139 ഹെൽപ്പ് ലൈൻ നമ്പർ. അത് ഓൾറെഡി ട്രെയിനിലൊക്കെ വെച്ചിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷനും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. സോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക, ഗൂഗിളിൽ ചെക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാം ഓൺലൈനിൽ എല്ലാം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും രാത്രി സഞ്ചരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ജാഗ്രതയായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേഷനുകളും ഇങ്ങനെ കടന്ന് വന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി ഈ ഒരു യാത്രയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ രാവിലെ ജോലിക്ക് പോയതാണ്. അപ്പോൾ വൈകുന്നേരം വീട്ടിലോട്ട് പോവുകയാണ്. സോ അപ്പോൾ ട്രെയിനിലാണ് പോവുകയും ചെയ്യുന്നത്. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ബസ്സിനെ കണ്ടി ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഇരുന്നും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടും കുറച്ച് കാമായിട്ട് ഇരുന്ന് പോകാനൊക്കെ പറ്റും. ബസ്സാകുമ്പോൾ കുറച്ചുകൂടെ റഷായിരിക്കും. പിന്നെ ആ ഒരു തട്ടും മുട്ടലൊക്കെ ഏറ്റിട്ടല്ലേ പോകാൻ പറ്റും. കാരണം
കുറച്ച് എന്താ പറയുക ഒരുപാട് വണ്ടികൾ റോഡിലുണ്ട്. സോ അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്താ പറയുക അനങ്ങിയും ഒക്കെ ആയിരിക്കും ബസ് പോകുന്നത്, പിന്നെ പതുക്കെയൊക്കെ ആയിരിക്കും പോകുന്നത്. സോ അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിനിലായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതൊരു അനുഭവമാണ് എപ്പോഴും. എനിക്ക് ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ എപ്പോഴും അനുഭവമാണ്. കാരണം അത് എന്നിലുള്ളിലുള്ള എന്നെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനും നമ്മൾ കുറച്ച് ഓരോ കാര്യങ്ങൾ പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ റിവേർട്ട് ചെയ്യാനോ അല്ല അങ്ങനെയൊക്കെ ഉള്ള പല പല കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വേറൊരു ട്രെയിൻ ഇതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ അത് വേറെയാണ്. പ്രത്യേകിച്ച് ഒരു തണുപ്പ് ആണല്ലോ, രാത്രിയാകുമ്പോൾ നമുക്ക് ചൂടുണ്ടാവില്ല. സോ അത് തന്നെ ഒരു കാഴ്ചയാണല്ലോ. ഇപ്പോൾ ട്രെയിനിൽ പോകുന്നത് അതൊരു അസാമാന്യമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും രാവിലെ പോകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാഴ്ചകളായിരിക്കും, പക്ഷേ ചൂടായിരിക്കും. പക്ഷേ രാത്രിയാകുമ്പോൾ കുറച്ചുകൂടെ കാം ആൻഡ് ക്വയറ്റായി നമ്മുടെ മൈൻഡ് തന്നെ നമുക്കൊന്ന് കമ്പോസ്റ്റ് ആക്കി നമുക്ക് ഇങ്ങനെയുള്ള രാത്രിയിലെ ലൈറ്റും കാഴ്ചകളും എല്ലാം കണ്ട് ഇങ്ങനെ പോകാൻ കഴിയും. അപ്പോൾ ഞാൻ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യും. കാരണം എപ്പോഴും നമുക്ക് ഇരിക്കാനും പറ്റത്തില്ല. അങ്ങനെ സൈഡ് സീറ്റാണ് എനിക്ക് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. കാരണം അത് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് അത് ഒരു ഇതായിട്ടിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ട്രെയിൻ ഇങ്ങനെ പിടിച്ചിടുന്നത് എനിക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനാണ് കേട്ടോ. കാരണം എന്താ പറയാനാ, കുറേ നേരം അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ഇതാണല്ലോ. പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് മൊബൈലും നോക്കി ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്, നമ്മൾ ട്രെയിനിലാണ്ടിരിക്കുന്നത്. സോ അത് നമ്മൾ പോകുന്ന സമയത്ത് പോകാൻ പറ്റത്തുള്ളൂ. സോ ഡിലേസ് വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുരുകമ്പുഴ സ്റ്റേഷനിലാണ് പോകുന്നത്. ഇപ്പോൾ എല്ലാ സ്റ്റേഷനും ഇപ്പോൾ നല്ല വൃത്തിയാണ് കേട്ടോ. അപ്പോൾ എവിടുത്തെ സ്റ്റേഷനായാലും നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇടുന്നതും കുറച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ഡസ്റ്റ്ബിൻസൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. സോ കാര്യങ്ങളെല്ലാം മാറി മാറി വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ കാര്യങ്ങൾ. സോ അപ്പോൾ ഇതൊക്കെ ഒരു 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 നല്ല കാര്യങ്ങളാണല്ലോ. പിന്നെ എനിക്കിത് ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ചിന്തകളും അല്ലാതെ എന്ത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ നമ്പർ 1 ആപ്പ് കേട്ടോ, വേർ ഈസ് മൈ ട്രെയിൻ ആപ്പ്. ഒരുപാട് ഉപയോഗമുള്ള ആപ്പാണ് കേട്ടോ. ഒരു രക്ഷയുമില്ല. നമുക്ക് ട്രെയിൻ എവിടെ എത്തി, എത്ര മണിക്ക് വരും, എത്ര മണിക്കൂർ ഡിലേ ആണെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ വലിയ ട്രെൻഡിങ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെ ചെന്നാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അത് പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിനനുസരിച്ച് വീട്ടിലിറങ്ങിയാൽ മതിയല്ലോ. ഇപ്പോൾ 7 മണിക്കത്തെ ട്രെയിൻ ചിലപ്പോൾ 7:15 7:20 ഡിലേ ആയാൽ പോലും നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. സോ അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തന്നെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാർ എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട് യൂഷ്വലി. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന കണക്ക് തന്നെയാണ് ഈ 139 നമ്മൾ സേവ് ചെയ്തിടുക. അതിൽ ആപ്ലിക്കേഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. റെയിൽവേയുടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ അപ്പോൾ അത് നമ്മളെപ്പോഴും ഒരു പ്രിക്കോഷനായിട്ട് എടുത്ത് വയ്ക്കുക. നമുക്ക് എപ്പോഴാണ് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഓൾവേസ് ബി കെയർഫുൾ. പിന്നെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സസൈസ് ചെയ്യുകയും ചെയ്യും ഇങ്ങനെ സ്റ്റേഷനിലൊക്കെ നിർത്തുമ്പോൾ. അത് നമുക്ക് നല്ലതാണല്ലോ. കാരണം നമ്മുടെ പ്രായം കൂടുന്നുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ 35 വയസ്സായി. സോ നമ്മൾ മെറ്റബോളിസം നമ്മൾ ഓരോ വർഷം കഴിയും തോറും ഓരോ പ്രായത്തിലൂടെ നമ്മൾ കയറും തോറും നമ്മളെ മെറ്റബോളിസം കുറയും. സോ അപ്പോൾ നമ്മളെ മസിൽസിനും നമ്മുടെ ബോഡിക്ക് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കണം. കാരണം മസിൽ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബോഡിക്ക്. നമുക്കൊരു ഊർജ്ജവും ശക്തിയും നമുക്ക് നടക്കാനും ഓടാനും നിൽക്കാനും ഉള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എക്സസൈസ് ചെയ്യുക. നമ്മൾ ആരോഗ്യത്തിൽ നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്, പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം. സോ നമ്മളതെല്ലാം ചിന്തിച്ച് വേണം ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ. നമ്മൾ കാശ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതിലുപരി കാശ് ഉണ്ടാക്കുമ്പോൾ പോലും നമ്മൾ ആരോഗ്യം കളഞ്ഞിട്ടുള്ള കാശ് ഉണ്ടാക്കുമ്പോൾ ഞാനൊരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം അത് പിന്നെ നമ്മൾ ആരോഗ്യം കളഞ്ഞ് കാശ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ ആ കാശ് ആരോഗ്യത്തിലോട്ട് ആശുപത്രി കൊടുക്കാനൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഓൾവേസ് ബി വെരി അവെയർ അബൌട്ട് അവർ ഹെൽത്ത് ഈസ് വെൽത്ത് ആണല്ലോ. സോ അങ്ങനെ നമ്മുടെ സ്റ്റേഷൻ അടുക്കാറായി. സോ അത് തന്നെ ഒരു സമാധാനമായി കേട്ടോ. നമുക്ക് സ്റ്റേഷൻ എത്തുമെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോവുക എന്നുള്ള ഒരു ഇത് തന്നെയാണല്ലോ. എന്തായാലും ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ ഒരു പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് ആൾക്കാർ കുറവാണ്. നേരത്തെ ഉള്ള ട്രെയിനുകളിലെല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെ നമ്മൾ അനങ്ങി നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സോ അപ്പോൾ അതൊരു ഹാപ്പിനെസ് തരുന്ന കാര്യമാണ്. നമ്മളൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു അവസാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് രാവിലെ ഇറങ്ങിയാണ്, അപ്പോൾ നമ്മൾ രാത്രി വീട്ടിൽ എത്തുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റേതായ ഒരു റിഫ്രഷിങ്ങും ഉണ്ടാവുമല്ലോ. സോ അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ പോകണം, പിന്നെ എന്താ പറയുക റിഫ്രഷായി നമുക്ക് കിടന്ന് ഉറങ്ങണം എന്നുള്ളൊരിത് തന്നെയാണല്ലോ. പിന്നെ
അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റേഷൻ ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ അധികം ചവറും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം നല്ല വൃത്തിയായിട്ടാണ് അവർ ചെയ്യുന്നത്. പ്ലാസ്റ്റിക്കോ അത് കുപ്പികളോ അതും ഇതൊന്നും ഇല്ല, എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് തന്നെ ഏറ്റവും വലിയ കാര്യം, നല്ല കാര്യം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മുടെ ഒരു റെയിൽവേ സ്റ്റേഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. കാരണം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതൊക്കെയാണ്. അതിപ്പോൾ എപ്പോഴും ഒരു പൗരൻ എന്ന നിലയിൽ നമ്മളും ബാധ്യസ്ഥരാണ് ഇതിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഒരിക്കലും ചവറുകൾ എടുത്ത് ട്രെയിനിൽ നിന്ന് പുറത്തെറിയാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡസ്റ്റ്ബിൻ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നിക്ഷേപിക്കാൻ ശ്രമിക്കുക. അത് നമ്മളൊരു ഇന്ത്യൻ കൾച്ചർ മാറേണ്ട സമയം കഴിഞ്ഞു. അത് ആൾറെഡി മാറിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അതിൻ്റേതായ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വികസിക്കും. അതിനനുസരിച്ചുള്ള ഉപയോഗം നമുക്കും എല്ലാവർക്കും ഉണ്ടാകും, വരും തലമുറക്കും ഉണ്ടാകും. സോ അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ ഈ സ്റ്റേഷൻ തന്നെ കണ്ടില്ലേ, എന്തുമാത്രം ക്ലീൻ ആണല്ലേ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ആയിരിക്കുമ്പോൾ നമുക്കും ഒരു ലൈഫിൽ ഒരു ക്ലീൻനെസ് ഉണ്ടാകും. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നടന്നു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് നടന്ന് എന്തായാലും ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ വീട്ടിലെത്താൻ. ഇപ്പോൾ വീട്ടിലെത്താറായിട്ടുണ്ട്. അങ്ങനെ വീടിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ ജാനിക്കുട്ടി ഇവിടെ ഇരുന്ന് എന്താ പറയുക, പെപ്പ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ കൊണ്ടുകൊണ്ടിരിക്കുക. പുള്ളിക്കാർക്ക് ഇത് കാർട്ടൂണാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കും. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. വേറൊരു വികാരവും പുള്ളിക്കാരിയുടെ മുഖത്ത് ആ സമയത്ത് ഉണ്ടാവത്തില്ല, ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം.